നയൻതാര വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് ആളെ എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ അദ്ദേഹവുമായിട്ടൊക്കെ പങ്കുവയ്ക്കാൻ പറ്റി. ഈ ഉദയംപേരനെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അദ്ദേഹം ഇവിടെ ഈ നാട്ടിൽ വന്നില്ലായിരുന്നെങ്കിൽ. ഹായ്, ഇന്നത്തെ വീഡിയോ ഒരു കൊയ്ത്തുത്സവമാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഈ പാടശേഖരം കണ്ടനാട് പുന്നച്ചാൽ പാടശേഖരമാണ്. ഇവിടെ ഇന്ന് കൊയ്ത്തുത്സവം നടക്കുകയാണ്. നടൻ ശ്രീനിവാസനും അതിൻ്റെ മകൻ ധ്യാൻ ശ്രീനിവാസനൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്ക് അതിലെ കാഴ്ചകളെ ഇന്ന് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാം. പ്രാദേശിക ചില്ലറ വ്യാപാരികൾക്കും റെസ്റ്റോറൻറ്റുകൾക്കും മൊത്തം വിതരണം നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന സാധനം നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ഒരു ആദ്യ രേഖ എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കാനുള്ളത്. ഇത് വരുന്ന ഒരു വർഷം കൊണ്ട് നമ്മൾക്കിത് പ്രാവർത്തികമാക്കിയാൽ ഒരു 5 വർഷത്തേക്ക് സത്യത്തിൽ ഈ പ്രോഗ്രാം ഓടിക്കോളും. പാടത്തിന്റെ പേരെന്താണ്? പുന്നച്ചാൽ പാടം അല്ലേ? ആ, ഇവിടെ അടുത്താണ് ഏട്ടൻ താമസിക്കുന്നത്? അടുത്ത് തന്നെ വീടല്ലേ? അപ്പൊ ഇത് എത്ര നാളെ ഇത് വിതച്ചിട്ട്? ഇതിപ്പോ 3 മാസം ആയിട്ടില്ല. അതെ. ഓ, അപ്പൊ ഈ മകരത്തില് കൊയ്ത്ത് തീരും. 5-ാം തീയതി 16-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ അവര് പച്ചക്കറി ഇടാനുള്ള. ഓ, കുറച്ച് സ്ഥലം അത് ശരി. ഇടില്ല. കുറച്ച് ചേട്ടൻ ചിലപ്പോ പയറ് വെച്ചാൽ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. ഇവിടെയല്ലേ മുന്നേ നമ്മള് സൂര്യകാന്തി പാടം? ഓ ഓ ഓ. ചേട്ടൻ പേരെന്താ? ഏട്ടന്റെ ചേട്ടന്റെയോ? മോഹനൻ. ഓക്കെ. നിങ്ങളാണ് ഇവിടെ ഇത് കൃഷി നടത്തിക്കൊണ്ടിരുന്നത്? നേരത്തെ പോലെ ഞങ്ങൾ തന്നെയാണ്. അതെല്ലേ? മണി വന്ന പിന്നെയും ഞങ്ങൾ വരും, പാടത്ത് പൈസയൊക്കെ വരും. ഓ ശരി. അപ്പൊ ഇനി ഇത് മെഷീൻ വെച്ചിട്ടാണോ അതോ ആളെ നിർത്തിയിട്ടാണോ കൊയ്യുന്നത്? കൊയ്യണം വിഷയത്തിലെ കൊയ്യുന്നല്ലേ? അങ്ങനെ 10-60 ഏക്കറോളം ഉണ്ട്. ആ, അപ്പൊ പണ്ട് കാലത്തേക്ക് ആളുകളായിരുന്നില്ലേ കൊയ്തോണ്ടിരുന്നത്? മനു മാത്രം നടത്തുന്ന കേസ്. മനു എന്ന് വെച്ചാ ശ്രീനിവാസന്റെ മോനാണോ? അതാണോ? ഓ, അദ്ദേഹമാണ് ഇതിന്റെ ഓണർ. ആ ബ്ലാക്ക് ഷർട്ട്. ഓ, പാടം വാങ്ങിച്ചിരിക്കുന്ന അല്ലേ? കൂടിയാണ് ഈ കൃഷി നടത്തുന്നത്. വേറെ ആളുണ്ടല്ലേ? പിന്നെ എപ്പോഴും ഈ പുള്ളി പാടത്തുണ്ടാവും. ഓ, മനു. ഓ, അത് ശരി. ആ, അത് ശരി. അതിലാകണവര് പണ്ടെന്ന് പറയുമ്പോഴേ ഇത് ഈ ഒരു 10-12 കൊല്ലത്തോളം ഈ കൃഷിഭൂമി മൊത്തം പണിയാണ്ട് കിടക്കുകയായിരുന്നു. ശ്രീനിവാസന്മാർ വന്നതിന് ശേഷമാണ് ഇവിടെ കൃഷി തുടങ്ങിയത്. ഒറ്റ പ്രാവശ്യം ചെയ്തത്. അത് കഴിഞ്ഞ് പുള്ളിക്ക് നിർത്തി. പിന്നെ അവകാശികള് ഇങ്ങനെ കയറി വന്ന് വേറെ ആളുകൾ ഏറ്റെടുത്ത് വേറെ ആൾക്കാർ വയ്യാണ്ടായല്ലോ വന്ന് പോണത്. അവൻ 2-3 പൂക്ക് കഴിയുമ്പോഴത്തേക്ക് അവനെ വിട്ടേക്കും. അവന് ഈ പാട്ടം കൊടുത്തില്ല ആൾക്കാർക്ക്, കൃഷിക്കാർക്ക് പാട്ടം കൊടുക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേക്കും പുള്ളിനെ ഒഴിവാക്കിയിട്ട് മനു വിട്ടു. അപ്പൊ മനുവിന്റെ കസ്റ്റഡിയിലാണ്. അത് ശരി.